നട്ടെല്ല് നിവർത്തിയിരിക്കുക. ദീർഘമായി ശ്വാസം എടുത്തു വിടുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ആദ്യം പ്രാർത്ഥനയാണ്. 3 പ്രാവശ്യം ഓം ചാൻറ് ചെയ്യുക. ദീർഘമായി ശ്വാസം എടുത്ത് ഓം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം ഏന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മിൻ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ പിന്നിൽ കെട്ടുക. വലത് കൈ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. ശ്വാസം ദീർഘമായി എടുത്ത് കഴുത്ത് മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ട് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ശ്വാസം എടുത്ത് നേരെ നിവർന്നു വരിക. ഇപ്പൊ ചെയ്തതിന് യോഗ നമസ്കാരം എന്നാണ് പറയുന്നത്. ഇനി കൈകൾ രണ്ടും കൂട്ടിത്തിരുമി ചൂട് കണ്ണിന് പകരുക, മുഖത്ത് പകരുക, കൈകൾക്കും ശരീരത്തിനും മുഴുവനും കൊടുക്കുക. ഇപ്പൊ ചൊല്ലിയ ശ്ലോകം പിന്നെ അതിന്റെ അർത്ഥവും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് പഠിക്കാൻ ശ്രമിക്കുക. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ദീർഘമായ ശ്വാസം എടുത്തു വിടുക. നട്ടെല്ല് നിവർത്തിയിരിക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, അടുത്ത 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾ യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആരോഗ്യവും സന്തോഷവും ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളിൽ നിന്ന് സ്നേഹവും സമാധാനവും സന്തോഷവും ഈ ലോകത്തിന് മുഴുവനും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. മനസ്സിനെ ഈ നിമിഷത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക. നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗയിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. പതിയെ കണ്ണുകൾ തുറന്നുകൊണ്ടുവരിക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂക്ഷ്മ വ്യായാമങ്ങളാണ്. സൂക്ഷ്മ വ്യായാമങ്ങൾ
നമ്മളുടെ ഓരോ ജോയിന്റ്സിനെയും ലൂസാക്കാൻ വേണ്ടിയുള്ളതാണ്. ആദ്യമേ കാലുകൾ നിവർത്തിയിരിക്കുക, നട്ടെല്ല് നേരെ വെക്കുക, കൈകൾ രണ്ടും അരയുടെ രണ്ട് ഭാഗത്തും സപ്പോർട്ട് ചെയ്യുക. ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കാൽ വിരലുകൾക്ക് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ശ്വാസം എടുത്തുകൊണ്ട് വിരലുകൾ മുമ്പോട്ട് മടക്കുക, ശ്വാസം വിട്ടുകൊണ്ട് വിരലുകൾ നമ്മുടെ ശരീരത്തിനോട് അടുപ്പിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുമ്പോട്ട് മടക്കുക, ശ്വാസം വിട്ടുകൊണ്ട് ശരീരത്തോട് അടുപ്പിക്കുക. കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. അടുത്തത് ആംഗിൾസിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ആംഗിൾസ് ഈ ഭാഗം. ശ്വാസം എടുത്തുകൊണ്ട് മുമ്പോട്ട് മടക്കുക, ശ്വാസം വിട്ടുകൊണ്ട് നേരെ, ശ്വാസം എടുത്തുകൊണ്ട് മുമ്പോട്ട്, ശ്വാസം വിട്ടുകൊണ്ട് നേരെ. കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഈ ആംഗിൾ റൊട്ടേഷൻ ആണ്. ശ്വാസം വിട്ടുകൊണ്ട് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരുമ്പോൾ ശ്വാസം എടുക്കുക, താഴേക്ക് പോകുമ്പോൾ ശ്വാസം വിടുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേഷൻ ഇങ്ങനെ 1 2 3 4 5. ഓപ്പോസിറ്റ് സൈഡ് 1 2 3 4 5. അടുത്തതായി ചെയ്യാനുള്ളത് തിത്തലിയാസനം എന്ന് പറയും. നമ്മളുടെ ഹിപ്പ് ഓപ്പൺ ആവാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ്. 1 2 3 4 5 6 7 8 9 10. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വഴി നമ്മൾക്ക് യോഗാസനത്തിലുള്ള ഭദ്രാസനം എന്ന് പറഞ്ഞ ആസനം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഹാൻഡ്സ്, കൈകൾക്ക് വേണ്ടിയുള്ള സൂക്ഷ്മ വ്യായാമമാണ്. കൈകൾ രണ്ടും നീട്ടിപ്പിടിക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. 1 2 3 4 5 6 7 8 9 10. അടുത്തത് ഷോൾഡർ റൊട്ടേഷൻ. കൈകൾ രണ്ടും ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കണം, രണ്ട് കൈമുട്ടും നമ്മളുടെ കൂട്ടിപ്പിടിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. 1 2 3 4 5. ഓപ്പോസിറ്റ് സൈഡ് 1 2 3 4 5 6. അടുത്തത് ചെയ്യാനുള്ളത് നെക്കിനുള്ള എക്സസൈസ്, കഴുത്തിനുള്ള ചലനങ്ങൾ. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. 1 2 3 4 5
6 7 8 9 10. അടുത്ത വലത്തോട്ടും ഇടത്തോട്ടും. ശ്വാസം വിട്ടുകൊണ്ട് വലത്തേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ, ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ, ശ്വാസം വിട്ടുകൊണ്ട് വലത്തേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ, ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ. 1 2 3 4 5 6 7 8 9 10. അടുത്ത രണ്ട് വശങ്ങളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് വലത്തേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ, ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ, ശ്വാസം വിട്ടുകൊണ്ട് വലത്തേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ, ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ. 1 2 3 4 5 6 7 8 9 10. അടുത്തത് നെക്ക് റൊട്ടേഷൻ ആണ്. 3 റൗണ്ട് ഒരു സൈഡിലേക്ക് ചെയ്യണം, 3 റൗണ്ട് ഓപ്പോസിറ്റ് സൈഡില്. താടി നമ്മുടെ നെഞ്ചിൽ മുട്ടിച്ചു വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. 1 2 3. ഓപ്പോസിറ്റ് സൈഡ്. 1 2 3. അടുത്തത് കണ്ണിന് വേണ്ടിയുള്ള സൂക്ഷ്മ വ്യായാമമാണ്. അത് ചെയ്യാൻ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക, 2 തള്ളവിരലും ചേർത്ത് പിടിക്കുക. എന്നിട്ട് കൈ 2 നേരെ നീട്ടി പിടിക്കുക. നമ്മുടെ നോട്ടം നമ്മുടെ 2 വിരലിന്റെ നഖത്തിലേക്ക് മാത്രമായിട്ട് നോക്കുക. കഴുത്ത് അനക്കാൻ പാടില്ല. നമ്മളുടെ കൈ അനക്കുന്നതിനനുസരിച്ച് നമ്മളുടെ നോട്ടം മാത്രം നഖത്തിലേക്ക് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം. അതായത് കണ്ണ് മാത്രം ചലിക്കാൻ പാടുള്ളൂ. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക. അപ്പൊ നമ്മളുടെ നോട്ടം ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് വരണം. ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴത്തേക്ക് താത്തുക. അപ്പൊ നോട്ടം താഴേക്ക്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഇങ്ങനെ 5 പ്രാവശ്യം. 1 2 3 4 5. ഇനി വലത്തോട്ടും ഇടത്തോട്ടും. 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്തത് നമ്മുടെ ഈ 2 വിരലുകൾ മാത്രം മൂക്കിന്റെ അറ്റത്ത് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ നോട്ടം മാത്രം ഈ നഖങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് ദീർഘമായി ശ്വാസം എടുത്ത് വിടുക. 1 2
3 4 5. ഇനി അടുത്തത് കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് പുരികങ്ങളുടെയും നടുഭാഗത്തായിട്ട് ഈ വിരലുകൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ നോട്ടം ഈ രണ്ട് വിരലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് ഈ ഭാഗത്തേക്ക് നമ്മൾ നമ്മുടെ ദൃഷ്ടിയെ കൊണ്ടുവരുന്നതിന് ശാംഭവി മുദ്ര എന്നാണ് പറയുന്നത്. ആ മുദ്രയിലേക്ക് നോക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ദീർഘമായി ശ്വാസം വലിച്ചിടുക. 1 2 3 4 5 6 7 8 9 10. ഇനി എല്ലാവരും എണീറ്റ് നിൽക്കുക. എണീറ്റ് നിന്നുകൊണ്ടുള്ള സൂക്ഷ്മ വ്യായാമമാണ്. ഫിസ്റ്റിംഗ് ആണ് ചെയ്യാനുള്ളത്. ഫിസ്റ്റിംഗ് ചെയ്യാൻ കാലുകൾ ഒരു 2 അടി അകലത്തിൽ വയ്ക്കുക. കൈ ഇങ്ങനെ പിടിച്ച് ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ശ്വാസം വിട്ടുകൊണ്ട് വലത്തേക്ക് മാക്സിമം ടേൺ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ, വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തേക്ക് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അടുത്ത ചെയ്യാനുള്ളത് സിറ്റപ്പ് ആണ്. സിറ്റപ്പ് ഫുള്ളായിട്ട് ഇരിക്കാനല്ല, പകുതി ഇരുന്നാൽ മതി. ഒരു കസേരയിൽ ഇരിക്കുന്ന അത്ര ഇരുന്നാൽ മതി. കൈകൾ നീട്ടി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇത്ര ഇരിക്കുക. അതിന് ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. ശ്വാസം വിട്ടുകൊണ്ടിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് ആസനങ്ങളിലേക്ക് കടക്കാം.